സിസ്റ്റർ, എന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തോ? ഒന്നും പറയാറായിട്ടില്ല. ഇതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് ഡോക്ടറിന് സംശയമുണ്ട്. ആത്മഹത്യാ ശ്രമോ? ഒരിക്കലുമില്ല. എന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഡോക്ടർ, രമയ്ക്കിപ്പോ ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. പേഷ്യന്റ് ഇപ്പൊ അല്പം ക്രിട്ടിക്കൽ സ്റ്റേജിലാ. വിഷം നന്നായിട്ടുള്ളിൽ പോയിട്ടുണ്ട്. വിഷോ? അതെങ്ങനെ? ഒന്നുകിൽ പേഷ്യന്റ് തന്നെ എന്തെങ്കിലും താങ്ങാനാവാത്ത പ്രഷർ കാരണം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതായിരിക്കും. അല്ലെങ്കിൽ അവരോട് ശത്രുതയുള്ള ആരെങ്കിലും അവരറിയാതെ. ചിലപ്പോ ഭക്ഷണത്തിൽ അബദ്ധത്തിൽ വിഷം കലർന്നതാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പേഷ്യന്റ് വിഷം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് അത്താഴം കഴിച്ചത്. അപ്പോ രമാമ്മയ്ക്ക് മാത്രം എങ്ങനെ വിഷം ബാധിക്കുന്നേ? ഞങ്ങൾക്ക് ആർക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ അത്താഴം കഴിച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും കഴിച്ചിരുന്നോ? കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിരുന്നു. ജ്യൂസ് കുടിക്കുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ജ്യൂസ് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വിമ്മിഷ്ടം ഉണ്ടായത്. പിന്നീട് അവള് രക്തം ഛർദ്ദിച്ചു. അത് കണ്ട് പേടിച്ചാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജ്യൂസിൽ വിഷം കലർന്നതാവാനാണ് സാധ്യത. ഡോക്ടർ, എന്റെ രമയെ രക്ഷിക്കണം. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പേഷ്യന്റ് അപകടനില തരണം ചെയ്തിട്ടില്ല. ഇനിയെല്ലാം മുകളിലിരിക്കുന്നവന്റെ കയ്യിലാ. അമ്മയ്ക്ക് അവസാനമായിട്ട് ജ്യൂസ് കൊടുത്തത് ഈ നിൽക്കുന്ന ചിന്നുവാ. എടി, ഇതുവരെ വിജയം നിന്റെ ഭാഗത്തായിരുന്നു. ഇനി എന്റെ ഊഴ, ഈ ഐശ്വര്യലക്ഷ്മിയുടെ ഊഴം.